ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് നല്ല പുസ്തകങ്ങൾ കാണാതെ അറിയാതെ ആരും പറയാതെ ചവിട്ടി മതിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഏറ്റവും അധികം ഈ സമൂഹത്തിൽ തട്ടിപ്പ് നടത്തുന്നത് കള്ളന്മാരും കൊള്ളക്കാരും ഒന്നും അല്ല, ജ്യോത്സ്യന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് പ്രണയത്തിൽ നല്ല വിശ്വാസമുണ്ട്, പക്ഷെ പ്രണയികളിൽ വിശ്വാസമില്ല. എൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഒരിക്കലൊന്ന് ഉപ്പ് നോക്കിയാൽ തീരാവുന്നതുള്ളൂ പുരുഷൻ്റെ പ്രണയം എന്നാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ പോലും എനിക്ക് പ്രണയം മാരിവില്ലാണ്. മുത്തശ്ശിയും മുത്തശ്ശനും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ കൺഫ്യൂഷനാണ്. ഇത് നമ്മുടെ ഒരു ആയുഷ്കാലം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റാത്തത്ര അത്ര മികച്ച കൃതികൾ നമ്മുടെ ചുറ്റും ചിതറിക്കിടക്കുന്നുണ്ട്. അതിന്ന് കണ്ടെത്തുക എന്ന് പറയുന്ന ആ ഒരു ഉദ്യമത്തിന് ഒരു മുടക്കവും വരുത്താറില്ല എന്നുള്ളതാണ്. പഴയൊരു കോടാലി കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തലമുറകളായിട്ട് കൈമാറി കിട്ടിയ കോടാലി, അതിൻ്റെ പ്രസക്തി തന്നെ തലമുറകളായിട്ട് കൈമാറി കിട്ടുന്നു എന്നുള്ളതായിരുന്നല്ലോ. പക്ഷേ തലമുറകൾ പോകെ അതിൻ്റെ പിടി മാറിയിട്ടുണ്ട് പലപ്പോഴും, അതിൻ്റെ അലക് മാറിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോടാലി പാടെ മാറി, പക്ഷേ അത് കോടാലി തന്നെയാണ്. അതുപോലെ കഥയുടെ കാര്യം അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാലം മാറി എന്ന കണക്ക് കൂട്ടൽ കൂടി തന്നെ ഞാൻ ലളിതാംബികാന്തർജനത്തിൻ്റെ കഥകൾ ഈ അടുത്തയിടെ മുഴുവനായിട്ട് വായിക്കുകയുണ്ടായി. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്, ആ കഥകളൊക്കെ വളരെ പഴയ കാലത്തെ കഥകളാണ്, പക്ഷെ അതിനൊട്ടും പഴക്കച്ചവി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് ശരിക്കും അത്ഭുതകരമായിട്ട് തന്നെ തോന്നി. അപ്പം ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയിട്ടൊരു ഉത്തരം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും കഥയുടെ പ്രമേയം മനുഷ്യനും അവൻ്റെ ജീവിതവുമായിരിക്കും. പ്രമേയത്തിൽ ഇതുവരെ മാറ്റമൊന്നും അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആവിഷ്കാരത്തിലാണ് എപ്പോഴും പുതുമ കൊണ്ടുവരിക. അപ്പോൾ മനുഷ്യൻ മാറിയില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ കുഴിച്ച് അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോൾ മനുഷ്യന് കാതലായ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ. അപ്പോൾ അതുകൊണ്ട് പ്രമേയം മാറുന്നില്ല, ആവിഷ്കാര രീതിയാണ് മാറുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരുപാട് അടരുകളുണ്ട്. ഏത് അടരാണ് എഴുത്താൾ ആവിഷ്കരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. പണ്ടൊക്കെ ആഴത്തിനായിരുന്നു പ്രാധാന്യം, ഇപ്പോൾ പരപ്പിനായിട്ടുണ്ട്. അത് നമ്മുടെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ജീവിതം മാറിയില്ലേ, അതുകൊണ്ട് കാഴ്ചപ്പാട് മാറുകയില്ലേ എന്നൊരു ചോദ്യത്തിനും സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തിരിച്ചൊരഭിപ്രായമാണുള്ളത്, നമ്മുടെ കാഴ്ചപ്പാട് മാറിയത് കൊണ്ടാണ് നമ്മുടെ ജീവിതം മാറിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അടക്കം വന്ന എഴുത്തുകാരിയായ ചന്ദ്രമതിക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ മൈക്ക് കൈമാറ്റം ചെയ്യും. ചർച്ച ഗ്രേസി തുടങ്ങി വെച്ച് തന്നെ ഒരു കോടാലിയുമായിട്ടാണ്. പക്ഷെ മൈക്ക് നേരെ എനിക്ക് കൈമാറി വേറൊരു കോടാലിയായിട്ട് എൻ്റെ നേരെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരു കാര്യത്തിന് ഞാൻ യോജിക്കുന്നു, കഥാതന്തുക്കൾ മാറിയില്ല. നമ്മൾ പറയാറുണ്ട് വ്യാസോച്ഛിഷ്ടം ജഗൽ സർവമെന്ന്. വ്യാസൻ തൊടാത്തതായ ഒന്നുമില്ല, അതിനെ എടുത്തിട്ട് കളിക്കുകയാണ് വ്യാസൻ മുതൽ ഇന്ന് എഴുതുന്ന പുതിയ ഷാഹിന വരെ. പക്ഷേ നമ്മളതിൻ്റെ സിറ്റുവേഷൻ മാറ്റും, നമ്മളതിൻ്റെ ഭാഷ മാറ്റും, നമ്മളതിൻ്റെ എന്താ പറയുക ചുറ്റുവട്ടങ്ങൾ മാറ്റും. അങ്ങനെയുള്ള ഒരു മാറ്റമാണ് മാറുന്ന കാലത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അത് വളരെ ശരിയാണ് ആ പറഞ്ഞത്. പക്ഷേ പുതിയ കഥ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ഏറ്റവും പുതിയ തലമുറ ചെറുപ്പക്കാർ ഒറ്റ ചാട്ടമാണ്. വ്യാസനെയും കളഞ്ഞു, ഉച്ഛിഷ്ടവും കളഞ്ഞു, എല്ലാം കളഞ്ഞു. അവരുടെ കഥകൾ നോക്കിയാൽ പണ്ട് ഈ പ്രണയത്തെ ഏറ്റവും ദിവ്യമായി ചേതോഹരമായൊരു വികാരമായിട്ട് കണ്ടിരുന്നു ചങ്ങമ്പുഴോട്ടുള്ളവരൊക്കെ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ പ്രണയമില്ല, അതിൻ്റെ സ്ഥാനത്ത് അവർ കാമത്തെയാണ് കാണുന്നത്, ശരീരത്തെയാണ് കാണുന്നത്. പണ്ട് വിക്ടോറിയൻ യുഗത്തിൽ അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ബോഡി മുഴുവൻ കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിട്ട് സ്ത്രീകൾ വരുമ്പോൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ പാദത്തിൻ്റെ അഗ്രം, വിരലിൻ്റെ അഗ്രം കാണുമ്പോൾ തന്നെ പുരുഷന്
കാമവികാരം ത്രസിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ സോഫ്റ്റ് പോണോയൊക്കെ വന്നത് പിന്നീട് ശരീരം മുഴുവൻ കണ്ടാലും അവനൊന്നും തോന്നില്ല. ആ രീതിയിൽ മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് കഥകളിലും വരുന്നത്. കഥകളിൽ മുഴുവൻ അങ്ങനത്തെ തുറന്നെഴുത്തെന്ന് പറയുന്നു. എന്താണ് തുറന്നു കാട്ടുന്നതെന്നുള്ള വേറെ ചോദ്യം. തുറന്നെഴുത്തും പിന്നെ മുഴുവൻ തെറിവാക്യങ്ങളും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും പുതിയ അൾട്രാ സിനിമയായാലും അൾട്രാ കഥകളായാലും അതിൽ മുഴുവൻ ഇങ്ങനെ തെറിവാക്കുകളൊക്കെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് കാലം മാറുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ രണ്ട് കാലത്തിൻ്റെ നടുക്ക് നിൽക്കാനാണ് താല്പര്യം. കാരണം ഞാൻ എഴുതുന്നത് എൻ്റെ ടാർഗറ്റ് റീഡർ നിങ്ങളാണ്, എൻ്റെ വായനക്കാരെങ്കിൽ നിങ്ങൾ എങ്ങനെ എൻ്റെ വാക്കുകൾ റിസീവ് ചെയ്യും, എൻ്റെ ഭാഷയെ എങ്ങനെ കാണും, എൻ്റെ ഇതിവൃത്തങ്ങളെ നിങ്ങൾ എങ്ങനെ കാണും എന്ന് അറിയാനുള്ള താല്പര്യത്തോടെയാണ് ഞാൻ ഓരോ വാക്കും എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ആദ്യത്തെ ഡ്രാഫ്റ്റ് ഞാൻ പബ്ലിഷ് ചെയ്യാറില്ല. ഒരു 3 ഡ്രാഫ്റ്റെങ്കിലും എഴുതി കഴിഞ്ഞിട്ട് അഞ്ചാമൻ്റെ വരവെന്ന ആ കഥ ഞാൻ 5 ഡ്രാഫ്റ്റ് എഴുതി. എന്നിട്ടേ അത് ഇനി അവർ എൻ്റെ വായനക്കാർ സ്വീകരിക്കും എന്ന് കരുതി കൊണ്ടുവരുള്ളൂ. അത്രയൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഓരോന്നും വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വായനക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതും. അത് ഈ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയി നമ്മൾ നേർച്ച നേരുന്നത് പോലെ വിശുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ മാറുന്ന ഒരു കാലത്തിനോട്ട് എനിക്ക് ചേർന്ന് നിൽക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ എഴുതിയില്ലെങ്കിൽ ഞാൻ കാലത്തിൽ നിന്ന് പിന്തള്ളപ്പെടുമോ എന്നൊരു പേടി. അങ്ങനെ പിന്തള്ളപ്പെടുകയാണെങ്കിൽ പോട്ടെ, ഇപ്പം ഞാൻ എഴുതിയില്ലെങ്കിലും മലയാള സാഹിത്യത്തിന് ഒരു ചുക്ക് സംഭവിക്കില്ല, അത് മുന്നോട്ട് തന്നെ പോകും. ഇങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഒത്തിരി ഒന്ന് വിട്ടു നിന്നത്. ഏതാണ്ടൊരു 3 വർഷം 4 വർഷത്തോളം ഞാൻ കാര്യമായിട്ടൊന്നും ചെറുകഥാരംഗത്ത് എഴുതിയിട്ടില്ല. പിന്നെ സുഹൃത്തുക്കളായ പത്രാധിപർ നിർബന്ധിക്കുമ്പോൾ എഴുതുമെന്നേ ഉള്ളൂ. അപ്പോഴിങ്ങനെ തോന്നുന്നത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ കാര്യം പറഞ്ഞു. അവരൊരു ക്ലാസിക് റൈറ്ററാണ്. അവർ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും അവരെ വായിക്കും. ഞങ്ങളെയൊക്കെ ആരാ വായിക്കുന്നത് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മനസ്സിനൊരു ചാഞ്ചല്യം വന്നതുകൊണ്ടാണ് പലപ്പോഴും എഴുത്തിൽ നിന്ന് എനിക്ക് വിട്ടുമാറേണ്ടി വരുന്നത്. അതിന് മറ്റു കാര്യങ്ങളുമുണ്ട്, അത് വേറെ. ഇപ്പോൾ ഗ്രേസി പറഞ്ഞതിന് ഉത്തരം പറയായിരുന്നു. ആ രീതിയിൽ കാലം മാറുന്നു, എഴുത്തും മാറുന്നു. പക്ഷേ എഴുത്തുകാർ ചിലർ നിർബന്ധ ബുദ്ധിയോടെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കൂട്ടത്തിലുള്ളതാണ് ഞാനും. പക്ഷേ എന്ന് കരുതി ഞാൻ കണ്ണടച്ച് കാണുകയല്ല യാഥാർത്ഥ്യത്തിനോട്. പലതും തുറന്ന് എഴുതാറുണ്ട്, പലതും ആ രീതിയിൽ തന്നെ കോടാലിയിട്ട് വെട്ടിത്തുറന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാറുണ്ട്. പക്ഷേ അതൊക്കെ എന്തെങ്കിലും ഒരു കാരണം ആ കഥയിൽ തന്നെ ഞാൻ ഉണ്ടാക്കും. അല്ലാതെ ചുമ്മാ ഒരു ഷോക്ക് വാല്യൂവിന് വേണ്ടി വാക്കുകൾ പ്രയോഗിക്കാറില്ല, ഇതിവൃത്തങ്ങൾ തിരഞ്ഞെടുക്കാറില്ല. ഇനി മാറുന്ന കാലത്തിൻ്റെ ശക്തയായ പ്രതിനിധിയായ ഷാഹിന എന്താ പറയുന്നത് നോക്കാം. എൻ്റെ ഇടവും വലവും ഇരിക്കുന്ന 2 പുലികളാണ്. അപ്പോൾ ആ പുലികൾക്കിടയിലുള്ള ഒരു മാർജാര ജന്മം സംസാരിക്കേണ്ടത് ഈ ഒരു കാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഈ സെഷന് വരുന്ന സമയത്ത് ചന്ദ്രമതി ടീച്ചർ പറഞ്ഞൊരു കാര്യം 2 തലമുറകളിൽ നിന്നാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരു സമയത്തും ഈ 2 പേരുടെ കഥകളിലും തലമുറയുടെ ഒരു വിടവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും പുതിയ കാലം അതിൽ വരുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ വളരെ ആഴത്തിൽ ജീവിതത്തെയും മനുഷ്യരെയും എല്ലാം കാണുന്ന 2 വ്യക്തിപരമായിട്ട് എനിക്കറിയുന്ന പരിസ്ഥിതിയാണെങ്കിലും ഒക്കെ കാണുന്ന 2 ആളുകൾ എന്ന നിലയ്ക്ക് ഈ കാലത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റം, നമ്മുടെ പ്രണയഭംഗം എന്ന് പറഞ്ഞിരുന്നത് തേപ്പായിപ്പോയി. ഓരോ കാര്യവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഭാരം കുറഞ്ഞു വരികയാണ്. ടെക്നോളജിയുടെ ഒരു വലിയ സ്വാധീനം നമുക്ക് ഈ ഒരു കാര്യത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അക്കാര്യത്തിലും ചന്ദ്രമതി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ടെക്നോളജി റാപ്പിഡ് ട്രെയിനിങ് കോഴ്സ് അല്ലേ, റാപ്പിഡ് ഗൈഡ് വെച്ച് റാപ്പിഡെക്സ് ട്രെയിനിങ് കോഴ്സ് വെച്ച് ടെക്നോളജി പഠിച്ചെടുത്ത് ടെക്നോളജിയിൽ കൂടെ തന്നെ ഇപ്പോഴും മിക്കവാറും കഥകളിലൊക്കെ നവമാധ്യമങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പുതിയ കാലവുമായി ബന്ധപ്പെട്ട് ടെക്നോളജി വരുന്ന ഒരുപാട് കഥകൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഗ്രേസ് ടീച്ചർ എനിക്ക് തോന്നുന്നത് ടെക്നോളജിയോട് കുറച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും കഥയിലേക്ക് വരുമ്പോൾ പുതിയ കാലത്തെ എഴുത്തിൽ മിക്കവാറും ടെക്നോളജിയുടെ ഒരു കലർപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലും ആ ഒരു കലർപ്പുണ്ട്. ഈയിടെ വായിച്ചൊരു ആർട്ടിക്കിളിനകത്ത് പറയുന്ന ഒരു കാര്യം റൈറ്റേഴ്സ് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയായിരുന്നു.
ഒരു മനുഷ്യജീവി അയാളുടെ ജീവിതകാലം മുഴുവൻ കൊണ്ട് കൺസ്യൂം ചെയ്തിരുന്ന, ഉപഭോഗം ചെയ്തിരുന്ന ഡാറ്റകളാണ് 3-4 ദിവസം കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ വിവരങ്ങളുടെ ഒരു കൂട്ടമാണ് നമ്മുടെ തലയ്ക്കുള്ളിൽ എന്നുള്ളതാണ്. ഇവരുടെ ഒരു തലമുറ, ഞാൻ 2 തലമുറയായി തിരിക്കുകയല്ല, കുറച്ചുകൂടെ സംശുദ്ധമായി ചിന്തിച്ച് അതിനെ വേർതിരിച്ച്, അത് ജീവിതമാണെങ്കിലും കഥകളാണെങ്കിലും വാക്കുകളാണെങ്കിലും ആവിഷ്കരിച്ചിരുന്ന കാര്യങ്ങളെ അശ്രദ്ധയോടുകൂടി ആവിഷ്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കാം. ധാരാളം വാക്കുകൾ, ധാരാളം അനുഭവങ്ങൾ, ധാരാളം സംഭവങ്ങൾ, വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളത്. പിന്നെ ടീച്ചർ പറഞ്ഞു, ടീച്ചർ 5 ഡ്രാഫ്റ്റുകളാണ് അല്ലേ, ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, 3 അല്ല 5 ഡ്രാഫ്റ്റുകൾ ഒരു കഥയ്ക്ക് വേണ്ടി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഒരു പരിധിവരെ എൻ്റെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷവും എഴുതുന്ന ഒരു പുതിയ തലമുറ കൂടെ വന്നിട്ടുണ്ട്. വളരെ വൈവിധ്യമുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു തലമുറ വന്നിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം സൂക്ഷ്മത ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവർ രണ്ടുപേരും പറയുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഞാൻ എഴുതി തുടങ്ങിയ കാലത്ത് എൻ്റെ ഏറ്റവും വലിയ അങ്കലാപ്പ് ഞാൻ എഴുതുന്നത് കഥയായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. ഈ കഥയിൽ ഉപയോഗിച്ച വാക്കുകൾ ശരിയായ വാക്കുകളാണോ എന്നുള്ളതായിരുന്നു. ആ അങ്കലാപ്പിൽ പെട്ടിട്ടാണ് ഒരുപാട് കഥയുടെ കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ ആ സമയം മുഴുവൻ. അപ്പോൾ ആ ഒരു അങ്കലാപ്പില്ലാതെ ഒരുപാട് കഥകൾ, അത് മോശമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരുപാട് കഥകൾ തുടർച്ചയായിട്ട് നമ്മൾ എഴുതിക്കൊടുക്കും. പുതിയൊരു തലമുറയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, കഥയുടെ എണ്ണം എന്ന് പറയുന്നതും കഥയുടെ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നതും ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. ബെസ്റ്റ് സെല്ലറുകളുടെ കാലമാണ്. നല്ല പുസ്തകം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് സെല്ലർ എന്നുള്ളൊരു സംഗതിയിലേക്ക് നമ്മൾ വരികയാണ്. ഒരു പുസ്തകം 10,000 കോപ്പി വിൽക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇത്ര ലക്ഷം കോപ്പി വിൽക്കപ്പെടുന്നു എന്നുള്ളതായി മാറിയിട്ടുണ്ട് ആ എഴുത്തുകാരൻ്റെ മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് നല്ല പുസ്തകങ്ങൾ കാണാതെ അറിയാതെ ആരും പറയാതെ ചവിട്ടി മതിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പം എങ്ങനെ എൻ്റെ പുസ്തകം ബെസ്റ്റ് സെല്ലറാക്കാം, ഈ കാലത്തിന് വേണ്ട ചേരുവകൾ എങ്ങനെ ചേർക്കാം എന്ന് ആലോചിച്ച് പല മികച്ച എഴുത്തുകാരുടെയും ബെസ്റ്റ് സെല്ലർ രചനകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വളരെ മികച്ച ചില എഴുത്തുകാർ തന്നെ എഴുതിയിട്ടുള്ള ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന രചനകളുടെ അകത്ത് ഒരു മൂല്യവും ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാലത്തിനൊപ്പം സഞ്ചരിക്കണമോ എന്നുള്ളത് എഴുത്തുകാരൻ അവനവനോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനകത്ത് തലമുറകൾക്ക് പ്രസക്തി ഇല്ല എന്ന് തോന്നുന്നു. ഏത് തലമുറയിലും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ല, ഷാഹിന പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ കാലം മാറുമ്പോൾ എഴുത്തുകാരിക്ക്, ഞാൻ പെണ്ണുങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, ഞങ്ങൾ 3 പേരും പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടുകയാണ് അല്ലേ. ഇപ്പം ഗ്രേസിയും ഞാനും ഒക്കെ എഴുതി തുടങ്ങുമ്പോൾ സമൂഹത്തിൻ്റെ കയ്യിൽ വളരെ ശക്തമായിട്ടുള്ള വിലങ്ങുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ വാക്കുകൾ സെൻസർ ചെയ്യപ്പെട്ടിരുന്നു. അധ്യാപകരായാലും കുടുംബാംഗങ്ങളായാലും സമൂഹമായാലും എം കൃഷ്ണൻ നായരെ പോലെയുള്ള ലിറ്റററി നിരൂപകന്മാരായാലും ഒക്കെ ഞങ്ങളെ കടിച്ചു കുടഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നാണ് നമ്മൾ പൊങ്ങി വന്നത്, എതിർപ്പിലൂടെയാണ് പൊങ്ങി വന്നത്. അപ്പോൾ ഞങ്ങൾ തെളിച്ച വഴിയിലൂടെ വന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഷാഹിനയൊക്കെ സ്വന്തം വഴി വെട്ടിത്തെളിച്ച് വന്നവൾ തന്നെയാണ്. എന്നാലും ഇങ്ങനെ ഒരു തലമുറ ഇപ്പോൾ മാറി. ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു, A1 കാലമായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും, ഇനി നമ്മളൊന്നും വേണ്ട, കഥകളും വേണ്ട, അതിനോട് ചോദിച്ചാൽ അതൊരു കഥ എഴുതി തരും, ആ രീതിയൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ മാറിയ സമയവുമായിട്ട് മാറുന്ന കാലമാണല്ലോ. എന്തോ ഒരു ലിങ്കുണ്ട് എന്ന് വെച്ചാൽ, ഞാനൊക്കെ ഗ്രേസിക്ക് അതിനെ എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അധ്യാപന രംഗത്തായാലും ഒക്കെ. പെണ്ണ് ഇങ്ങനെ എഴുതാമോ, ഇത്ര സ്വാതന്ത്ര്യം കാണിക്കാമോ എന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒന്നുമില്ല. ആ ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം അവർക്ക് കിട്ടിയപ്പോൾ അവരുടെ എഴുത്തും ബോൾഡായി, അവരുടെ എഴുത്തും ധൈര്യമുള്ളതായി, എന്തും തുറന്നു പറയാം എന്നൊരു ധൈര്യം അവർക്ക് കിട്ടുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഗ്രേസി? ഈ സമൂഹം എന്തു പറയുന്നു, സഹപ്രവർത്തകർ എന്തു പറയുന്നു, അല്ലെങ്കിൽ വായനക്കാരെന്നെ കുറിച്ച് എന്തു പറയുന്നു, ഞാൻ ലീസ്റ്റ് ബോധേഡായിരുന്നു തുടക്കം മുതൽ ഇന്ന് വരെ. അങ്ങനെയാണ്, എന്തും പറയാം. പലപ്പോഴും പല വല്ലാതെ മറ്റു വേലൊരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കും തോന്നുന്നു. അതുപോലത്തെ വിമർശനങ്ങളൊക്കെ എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പദങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രമേയം, ഇതിനെയൊക്കെ വളരെ ക്രൂരമായിട്ട് വിമർശിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കണക്കിലെടുക്കാറില്ല.
ഒരിക്കൽ ONV കുറുപ്പ് സാർ ഒരു വേദിയിലിരുന്ന് പറയുണ്ടായി, അങ്ങേരെ എന്തെങ്കിലും എഴുതുമ്പോൾ ഒരു വാക്കൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇത് അങ്ങേരെ അധ്യാപകനാണല്ലോ, അപ്പോൾ ഇത് അധ്യാപകന് ചേരുന്ന തരത്തിലുള്ളൊരു പ്രയോഗമാണോ എന്നൊക്കെ ശങ്കിക്കാറുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ഒരു ശങ്ക ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലത്തെ കൊണ്ടാണോ, കാരണം ഞാൻ വലിയ ധൈര്യവതിയാന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷേ ധൈര്യമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മണ്ടത്തരമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. വീട്ടുകൾക്ക് മുന്നും പിന്നും നോട്ടമില്ല. ബുദ്ധിയുള്ളവർ ചിലപ്പോൾ വരുമരായികളെ കുറിച്ച് ചിന്തിക്കും. അതില്ലാത്തതുകൊണ്ടായിരിക്കും, ഒന്നുമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ വരുമരായികളെ കുറിച്ച് ഒരു ചിന്തയില്ല. അപ്പോൾ ONV കുറുപ്പ് സാർ അത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സദസ്സിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നെയാണോ ശരവ്യമാക്കിയത്, ലക്ഷ്യമാക്കിയത് എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ അധ്യാപികയായിരുന്നു ഞാൻ. എനിക്ക് കുട്ടികളെ ഫേസ് ചെയ്യേണ്ടതാണ്, ഇങ്ങനത്തെ വാക്കുകൾ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമാണ് എന്നൊക്കെ ഒന്നും എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രമതി പറയുന്ന പോലെ എനിക്ക് അങ്ങനെ അത്തരം വിലങ്ങുകളൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ടീച്ചർ പിന്നെ മുരിക്കിൻ പൂവുകൾ അല്ലേ, മുരിക്കിൻ പൂവുകൾ എന്ന ഒരു കഥ ആർത്തവുമായിട്ട് ബന്ധപ്പെട്ട കഥയായിരുന്നു. ഞാനിത് വായിച്ചിട്ടില്ല. താണ്ഡവ നടനം അല്ലേ, ഈ കഥകളൊക്കെ എഴുതുന്ന കാലത്ത് താണ്ഡവ നടനം എന്ന് പറഞ്ഞ കഥ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശിവനും പാർവതിയുമായിട്ട് നൃത്തം ചെയ്യുന്ന 2 പെൺകുട്ടികളെ അവർക്കിടയിൽ ഉടലെടുക്കുന്ന ഒരു തരം ആകർഷണം, പ്രണയം എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതി. ടീച്ചർ ആ ഒരു കാലത്ത് ഇങ്ങനൊരു കഥ എഴുതുന്നു. അതിൻ്റെ പേരിൽ ടീച്ചർക്ക് ക്യാമ്പസിനകത്ത് വെച്ച് തന്നെ വളരെയധികം ആ പ്രായത്തിൽ വളരെയധികം വിമർശനങ്ങൾ ഏറ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. മറിച്ച് ആ പ്രശ്നങ്ങളുടെ രീതി മാറി എന്നുള്ളതാണ്. ഇന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു കാലമാണ്. നമ്മൾ എഴുതുന്ന കാലത്ത് എന്ത് അശ്ലീലം വേണമെങ്കിലും എഴുതാം. അശ്ലീലം എന്നല്ല, എന്ത് വാക്കും ഉപയോഗിക്കാം, എന്ത് വിഷയങ്ങളും കൈകാര്യം ചെയ്യാം. പക്ഷെ അതിനകത്തൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണോ എന്നുള്ള സംഗതി, അതുപോലെ എഴുതുന്ന ആൾ എഴുതുന്ന വിഷയത്തേക്കാൾ വിമർശിക്കപ്പെടുന്ന അവസ്ഥ എല്ലാ കാലത്തും. കല എന്ന് പറയുന്നതിനകത്തൊരു ചോദ്യമുണ്ട്. ഏത് തരം കലയാണെങ്കിലും ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കലയിലൂടെ അന്വേഷിക്കേണ്ടതെന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ഈ സംഗതികളൊന്നും പ്രസക്തമാവാതെ മറിച്ച് എഴുതുന്ന ആൾ ആക്രമിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ആ തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ആണ് എൻ്റെ ഒരു തലമുറ നേരിടുന്ന പ്രശ്നം എനിക്ക് തോന്നുന്നു. അതല്ലാതെ എന്ത് തരത്തിലുള്ള തുറന്നെഴുത്തും ഈ കാലത്ത് മറ്റൊരു തരത്തിൽ, കാരണം വായിക്കുന്നവരെല്ലാം തന്നെ ആ തരത്തിലൊരു മനോഭാവത്തിലെത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പം അത്തരം പ്രശ്നങ്ങളില്ല. പക്ഷെ വേറൊരു സംഗതി എനിക്ക് തോന്നുന്നു പ്രസക്തമാണ്. കഥകൾ വായിച്ചിട്ട് അതിനകത്ത് ആത്മാംശം അന്വേഷിച്ച് വന്നിട്ടുള്ള ആൾക്കാരില്ലേ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഇര തന്നെയാണെന്ന് ഞാൻ പറയാൻ. കാരണം ഒരിക്കലും ഇവിടെ കുതിരമാളികയിൽ എഴുത്തുകാരികളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭൂമിയിലിപ്പോൾ തണുപ്പ് കാലം എന്ന് പറഞ്ഞ കഥ എൻ്റെ ബാല്യകാല അനുഭവമായിട്ട് ബന്ധപ്പെട്ടതല്ലേ എന്നൊരു വെറുതെ ഒരു വായനക്കാരിയല്ല, അവിടെ ഒരു കോളേജ് അധ്യാപികയാണ്. അവർ ചോദിച്ചു. അതിൻ്റെ എനിക്ക് വളരെ തിക്തമായ അനുഭവങ്ങളൊക്കെ ബാല്യകാലത്ത് സെക്ഷലി ഹരാസ്ഡ് ആയിട്ടുണ്ട് ഞാൻ എന്നുള്ള മാതിരിയൊക്കെ അവർ ശങ്കിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷോഭം വന്നു. കാരണം എന്നെ ആരെങ്കിലും തൊടാൻ വന്നാൽ ഞാനൊന്ന് കൊല്ലുന്നതാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, എൻ്റെ അനുവാദം കൂടാതെ തൊടാൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് നിങ്ങൾ സെക്ഷലി ഹരാസ്ഡ് ആയിട്ടുണ്ടാവണം എന്നൊക്കെയുള്ള നിഗമനത്തിലൊക്കെ എത്തിച്ചേരുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷോഭം വന്നു. അപ്പോൾ ഞാൻ അക്കാലത്ത് നരകവാതിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഒരു ആമുഖം എഴുതിയിരുന്നു എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി അത് വായിക്കുന്നത് ഞാൻ പറഞ്ഞോളൂ, ഞാൻ അധികം വിശദീകരിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്ത കോളേജ് എന്ന് പറഞ്ഞാൽ വളരെ റിമോട്ട് ഏരിയയിലുള്ള ഒരു കോളേജായിരുന്നു. അവിടെ അതിന് വായനയുള്ള കുട്ടികളും ഇല്ല, അധ്യാപകരും ഇല്ല. അപ്പോൾ ഞാനൊരു കഥ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥയൊക്കെ അവർ വായിക്കും, പക്ഷെ അവർ വായിക്കുന്നത് കഥ ആസ്വദിക്കാൻ വേണ്ടി വായിക്കുകയില്ല. ഇതിൻ്റെ പിന്നിലുള്ളത് എന്താണ്, ഇത് ആരെയാണ് ഇതിൽ കഥാപാത്രമാക്കിയേക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ആത്മാംശം എത്രയുണ്ട് എന്നൊക്കെയുള്ള തെരഞ്ഞു നോക്കാൻ വേണ്ടിയാണ് അവർ കഥകൾ വായിച്ചിരുന്നത്. അല്ലാണ്ട് കഥകളോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് എഴുത്തുകാർക്ക് എപ്പോഴും അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരിൽ നിന്നിങ്ങനെ അത്ര നല്ലൊരു പെരുമാറ്റം ആവില്ല കിട്ടുക എന്ന് പറയുന്നത്. അവരുടെ നാട്ടിലായാലും വീട്ടിലായാലും ബന്ധുക്കളുടെ ഇടയിലായാലും ഒക്കെ എനിക്ക് തോന്നുന്നത് ഒരു അതിപരിചയം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. എന്നാൽ അതിപരിചയത്തിന് അപ്പുറത്ത് തികച്ചും അപരിചിതനായ ഒരാളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള അവബോധമൊന്നും അവർക്കുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞാൽ പോടാ പുല്ലേന്ന് പറഞ്ഞാൽ അങ്ങ് പോകുക, അല്ലാണ്ട് ഇനി എന്താ ചെയ്യാനുള്ളത്? ചന്ദ്രപ്രിയ ടീച്ചർക്ക് പറയാനുണ്ടാവുമല്ലോ അത്. അല്ല, ഇതിപ്പോൾ ഷാഹിന പറഞ്ഞ ആ 2 കഥകളെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഒരു ടെക്കി വരെയുള്ള ഒരുപാട് സാങ്കേതികത്വമുള്ള കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഷാഹിന പറഞ്ഞ 2 കഥകൾ, മുരിക്കിൻ പൂവുകൾ,
ആർത്തവത്തെക്കുറിച്ച് എഴുതിയതാണ്. അന്ന് ഈ പറഞ്ഞ പോലെ ബോഡി റൈറ്റിംഗ് അല്ലെങ്കിൽ ശരീരമെഴുത്ത് അത്ര പ്രബലമായിരുന്നില്ല. അപ്പോഴാണ് ഈ ആർത്തവത്തിൻ്റെ പേരിൽ പെൺകുട്ടികളെ ചില ദിവസങ്ങളിൽ മാറ്റി നിർത്തുകയും വീട്ടിനുള്ളിൽ കടത്താതിരിക്കുകയും അവളെ വൈകാരികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ തുറന്നെഴുതിയത്. അന്ന് മുരിക്കിൻ പൂവുകളെ ആർത്തവത്തിൻ്റെ സിമ്പലായിട്ട് എടുത്ത് കണ്ടിട്ടാണ് ഞാനത് എഴുതിയത്. എൻ്റെ കഥകളെ മുഴുവൻ ചീത്ത പറയുന്ന കൃഷ്ണൻ നായർ സാർ എന്താണെന്നറിയില്ല ആ കഥയെ അങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞു. അതോടുകൂടിയാണ് വായിക്കാത്തവർ പോലും ആ കഥ വായിച്ചത്. എന്നിട്ട് ക്ലാസ്സിൽ ചെന്നപ്പോൾ, അന്ന് ഞാൻ MA പഠിക്കുകയാണ്, ക്ലാസ്സിൽ ചെന്നപ്പോൾ ഒരു അധ്യാപിക എന്നെ മനഃപൂർവ്വം എല്ലാവരുടെയും മുമ്പ് വെച്ച് അവഹേളിച്ചു. അവർ പറഞ്ഞത്, ഞങ്ങളിവിടെ നിങ്ങൾക്ക് കീറ്റ്സും ഷെല്ലിയും എമിലി ഡിക്കിൻസണും ഒക്കെ പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾ പോയി ഇങ്ങനത്തെ കഥകളൊക്കെയാണോ എഴുതുന്നത്? ഒരു ശകലമെങ്കിലും ഒരു ലജ്ജ വേണ്ടേ? മറ്റുള്ളവർ വായിക്കും, അധ്യാപകർ വായിക്കും. ഗ്രേസി പറഞ്ഞ പോയിൻ്റാണ്. ഞങ്ങളൊക്കെ നിൻ്റെ കഥകൾ വായിക്കും എന്നെന്തുകൊണ്ട് ആലോചിച്ചില്ല എന്ന് ചോദിച്ച് ക്ലാസ്സിൽ നിർത്തി പൊരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ ഇങ്ങനെ എഴുതുന്നത്? ഞാൻ എഴുതണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. വായിക്കുന്നവരൊക്കെ ഇങ്ങനെ ചീത്ത പറയുന്നു, എന്നാൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിവെച്ച പേന പിന്നീട് 13 വർഷത്തിന് ശേഷമാണ് തിരിച്ചെടുത്തത്. അപ്പോൾ ഈ പറഞ്ഞ താണ്ഡവ നടനം എന്ന കഥ ശിവനും പാർവതിയുമായിട്ട് ഡാൻസ് ചെയ്ത 2 പെൺകുട്ടികൾക്ക് പരസ്പരം തോന്നുന്ന അഭിനിവേശമാണ്. അന്ന് നമ്മൾ ലെസ്ബിയൻസത്തെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ഡിസ്കഷനും ചർച്ചയും പെണ്ണുങ്ങളെ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിക്കുക അതൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ കഥയും അധികം ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ടാവണം അതെനിക്ക് വലിയ പ്രശ്നം സൃഷ്ടിച്ചില്ല. മുരിക്കൻ പൂവുകൾ സൃഷ്ടിച്ച പോലെ കഠിനമായ മാനസിക വ്യഥയൊന്നും അത് ഉണ്ടാക്കിയില്ല. ഇപ്പോൾ ഗ്രേസി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കും ആ ഒരു ധൈര്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അതിന് പകരം ഞാൻ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പതറിപ്പോവുമായിരുന്നു. ആ പതർച്ച കൊണ്ടാണ് ഞാൻ പേന പോലെ ഉപേക്ഷിച്ച് മൗനമായിട്ട് എഴുത്ത് ജീവിതത്തെ മാറ്റിവെച്ചത്. പക്ഷേ ഇപ്പോൾ എഴുതുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ മനസ്സിലാകുന്നു അവർക്ക് ഒരു ചങ്ങലകളും ബാധകമല്ല. അവർ കുറച്ചുകൂടെ തുറന്ന രീതിയിൽ ഒരു തുറന്ന സമൂഹത്തിൽ വളരുന്നത് കൊണ്ടാവണം. നമ്മൾ ഒരെണ്ണം ഇങ്ങനെ അന്നത്തെ കാലത്ത്, പിന്നീട് ഞാൻ ആർത്തവത്തെക്കുറിച്ച് ആ കഥ എഴുതിയപ്പോൾ ചീത്ത പറഞ്ഞവർ തന്നെ പിന്നീട് അവരവരുടെ TV സ്ക്രീനുകളിൽ ഒരു കുട്ടി ഇങ്ങനെ മഷിയെടുത്ത് സാനിറ്ററി പാഡിൽ ഒഴിക്കുകയും ഏതിനാണ് കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് എന്നൊക്കെ ഉറക്ക സമൂഹ സദസ്സുകളിൽ ചർച്ച ചെയ്യുന്നത് കാണിച്ചു. അതുപോലെ അന്നത്തെ ആധുനിക എഴുത്തുകാർ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. അവരുടെ കഥകളിൽ ആർത്തവരക്തം ഒരു വലിയ ശക്തിയുള്ള സിമ്പലായിരുന്നു. അപ്പോഴൊന്നും ആർക്കും പരാതിയില്ല. അന്നൊരു കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ് ഇത് എഴുതിയപ്പോഴായിരുന്നു പ്രശ്നം. എനിക്ക് ഈ പറഞ്ഞ പോലെ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ടങ്ങ് പോകാമായിരുന്നു. അതിന് പകരം ഞാൻ ആകെ തകർന്നു പോയി. അത് ഒരുപക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. തകർന്നു പോയി. ഞാൻ പേന താഴെ വെച്ചു. പിന്നെ 18 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പേന തിരിച്ചെടുത്തത്. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, നിനക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണോ എഴുതിക്കോ, ആരും ഒന്നും പറയില്ല, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാനുണ്ട് നിൻ്റെ കൂടെ. ആ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് കുറച്ചൊക്കെ ധൈര്യത്തോടെയൊക്കെ വീണ്ടും എഴുതാൻ തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു കാലത്തിൻ്റെ മാറുന്ന കാലം. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ബോൾഡായിട്ട് എഴുതുന്നത് കാണുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നാറുണ്ട്. എന്നാലും അന്നത്തെ കാലം ഇങ്ങനെ ചുട്ടുപഴുപ്പിച്ച ചട്ടുകമായിട്ട് എപ്പോൾ പുറകുവശത്ത് പതിയും എന്ന പേടിയോടെയൊക്കെ നടന്നിരുന്ന ഒരു കാലം ഓർമ്മയിൽ നിന്ന് മായുന്നുമില്ല. ഇന്ന് ഞാൻ എഴുതുന്ന കഥകളൊക്കെ എൻ്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ, എൻ്റെ വീക്ഷണത്തിൽ പറഞ്ഞാൽ അത് ടാർഗറ്റ് ഓഡിയൻസിനെ കണക്ക് കൂട്ടി തന്നെയാണ്. കൊള്ളേണ്ടത് കൊള്ളുന്നുമുണ്ട്. ഇപ്പം ഞാൻ ചിത്രശലഭ പ്രഭാവം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കഥ മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിന് എഴുതിയുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് എഴുതാൻ വേണ്ടി വച്ചിരുന്ന കഥയാണ്. പക്ഷേ പത്രാധിപര് പിണങ്ങും എന്ന് പറഞ്ഞതുകൊണ്ട് അതങ്ങ് എഴുതി അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അതിലിങ്ങനെ ഒരു മന്ത്രവാദവും ആത്മാക്കളെ പിടിച്ച് കെട്ടുന്നതും ഒക്കെയാണ് അല്ലേ കഥ. കയറ് എന്ന് പറയുകയും കയറാത്തപ്പോൾ എൻ്റെ തനിഗുണം നീ കാണും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും അതൊക്കെ എഴുതുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് എഴുതിയത്. പക്ഷേ അപ്പോൾ എനിക്ക് ഭീഷണിപ്പെടുത്തുന്ന കത്തുകൾ കിട്ടി, 2 കിട്ടി. അവർ പറഞ്ഞത്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ ഹിന്ദുവായിട്ട് ജനിച്ചിട്ട് നാണമില്ലേ ഇങ്ങനത്തെ ആചാരങ്ങളെയൊക്കെ കളിയാക്കാനെന്ന്. എനിക്കിപ്പോൾ ഒരു ആചാരത്തെയും ഒരു രാഷ്ട്രീയ ഇടപെടലിനെയും ഒന്നിനെയും എനിക്ക് പേടിയില്ല, വയസ്സിത്രയുമായി. അപ്പോൾ ഇനിയെങ്കിലും ധൈര്യത്തോടെ പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്ന് ഒരു തോന്നൽ. ഏറ്റവും അധികം ഈ സമൂഹത്തിൽ തട്ടിപ്പ് നടത്തുന്നത് കള്ളന്മാരും കൊള്ളക്കാരും ഒന്നും അല്ല, ജ്യോത്സ്യന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് പറഞ്ഞേ പറ്റൂ, തുറന്ന് പറഞ്ഞേ പറ്റൂ. അപ്പോൾ
അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു ജ്യോത്സ്യൻ വളരെ അഭിനന്ദിച്ചു എഴുതിയിരുന്നു. അത് വേറൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, അത് പറയുന്നില്ല. പക്ഷേ നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നിപ്പോകും. മരിച്ചുപോയ ആൾക്കാരെയൊക്കെ പിടിച്ച് കുപ്പിയിലാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന് തരികയാണോ ആത്മാക്കൾ കുപ്പിയിലാക്കാനും ഒക്കെ? പക്ഷേ അതൊക്കെയാണ് ഇപ്പോഴത്തെ നടക്കുന്നത്. അതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ ഞാൻ എഴുതാറുണ്ട്. അതൊക്കെ ഒരുപാട് എന്താ പറയുക, ശക്തമായ എതിർപ്പും സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ബോൾഡ്നെസ് ഉള്ളതുകൊണ്ട് ഞാനതൊന്നും വകവയ്ക്കുന്നില്ല. പണ്ടത്തെ പോലെയാണെങ്കിൽ ഇനി പേന കുത്തി ഒടിച്ചിട്ട് 18 വർഷം കഴിഞ്ഞ് എഴുതുള്ളൂ എന്ന് പറഞ്ഞാൽ 18 വർഷം കഴിയുമ്പോൾ ഞാനുണ്ടാവില്ലല്ലോ. പിന്നെ അങ്ങനെ എനിക്കൊരു ചാർട്ടി എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എൻ്റേത് പോകുന്നത്. ടീച്ചറുടെ തന്നെ വേറൊരു കഥയുണ്ട്, ശ്രീഹവ്യയും ചില അക്കാദമിക് പ്രശ്നങ്ങളും, അല്ലേ? ലെസ്ബിയനിസം തന്നെ അല്ലേ, ലെസ്ബിയനിസം തന്നെ തീമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം ഈ മറ്റു കഥ എഴുതുന്നത് കുമാരി ചന്ദ്രിക കാലഘട്ടത്തിലാണ്, ഇത് ചന്ദ്രമതി കാലഘട്ടത്തിൽ. അപ്പോൾ ഈ രണ്ട് കാലഘട്ടത്തിനും ഇടയിൽ എങ്ങനെയാണ് ടീച്ചർ ആ വിഷയം രണ്ട് കാലത്ത് കൈകാര്യം ചെയ്തപ്പോൾ എന്തായിരുന്നു ആ അനുഭവം? അല്ല, അതിന് നമ്മുടെ ഫെമിനിസത്തോട് നമ്മളൊക്കെ കടപ്പെട്ടിരിക്കണം. കാരണം ഫെമിനിസം വന്നതിൽ പിന്നെയാണ് സ്ത്രീകൾക്ക് ഒരു ശകലം സ്വാതന്ത്ര്യം കിട്ടിയത്. ഞാൻ പെണ്ണെഴുത്തിനൊക്കെ എഗെയിൻസ്റ്റാണ്. ഞാൻ ആ പെണ്ണെഴുത്തിനെതിരെ നിന്നിട്ടുള്ളവളാണ്. കാരണം പെണ്ണെഴുത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ശാഠ്യം പിടിക്കുന്ന വശങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ സ്ത്രീയുടെ ആന്തരിക ശക്തിയെ വളർത്തിയെടുക്കാൻ ഈ ഫെമിനിസം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആവണം അതിനുള്ള ആ ഒരു ശക്തി കിട്ടിയതെന്ന്. പിന്നെ ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു സ്ത്രീകളുടെ കോളേജിലാണ്. അവിടെ ഈ വിഷയം ധാരാളമുണ്ട്. ലെസ്ബിയനിസം, സ്ത്രീയും തമ്മിലുള്ള ആകർഷണം, പ്രണയം ഒക്കെ ഉണ്ട്. പക്ഷെ കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന കോളേജാണ്. അവിടെ ഇതൊക്കെ അമർത്തി വയ്ക്കപ്പെടും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷയായിരിക്കാം കുട്ടികൾക്ക് കിട്ടുക. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇവരുടെ വൈകാരികത അടിച്ചമർത്തപ്പെടുകയാണ്. അതാലോചിച്ചപ്പോഴാണ് ശ്രീഹബിയും ചില അക്കാഡമിക് പ്രശ്നങ്ങളും എന്ന പേരിൽ ലെസ്ബിയനിസത്തെക്കുറിച്ച് എഴുതിയത്. അതിൽ പിന്നെ എനിക്ക് വലിയ ത്രെറ്റോ എന്താ പറയുക എതിർപ്പുകളോ ഒന്നും നേരിടേണ്ടി വന്നില്ല. കാരണം അപ്പോഴേക്കും അത് അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്, അവർ നാച്ചുറലാണ്, അവർ മനഃപൂർവ്വം ഇങ്ങനെയൊന്നും കാണിക്കുന്നതല്ല. ഈ സ്ത്രീകളെ മനുഷ്യരെ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ അവരുടെ സെക്ഷുവാലിറ്റിയും സൃഷ്ടിക്കപ്പെടുന്നു. ചില ആണുങ്ങൾക്ക് ആണുങ്ങളോടായിരിക്കും ആകർഷണം, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോടായിരിക്കും ആകർഷണം. ചില ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമായിരിക്കും ആകർഷണം, ബൈസെക്ഷൽ. അല്ലെങ്കിൽ ഹോമോസെക്ഷലാകാം, ലെസ്ബിയനിസം ആകാം. അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് വലിയ എതിർപ്പൊന്നും കിട്ടിയില്ല. അന്നങ്ങനെയല്ലായിരുന്നു. ഇതൊക്കെ അമർത്തി വയ്ക്കപ്പെടേണ്ട കാര്യങ്ങളാണ്, ഇതെല്ലാം മൂടി വയ്ക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ആ മൂടി തുറക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വല്ലാത്ത സ്മെല്ല് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആ മൂടി തുറന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു അന്ന് ഞാൻ. പിന്നീട് ഇപ്പോഴാണെങ്കിൽ അങ്ങനത്തെ എഴുതാൻ എനിക്ക് ഒരു പ്രയാസവുമില്ല. ഞാൻ ഈയിടെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓൺലൈൻ പതിപ്പിലും ഇങ്ങനെ 2 പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ചൊരു കഥ എഴുതിയിരുന്നു. ആ കുട്ടി വീട്ടിൽ പറയുകയാണ്, അച്ഛാ ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയെ കല്യാണം കഴിക്കാൻ പോവാണ്. ഏത് കുട്ടി? വേറൊരു പെൺകുട്ടി. എന്നിട്ട് അവർ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷന് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ല, ഫ്രീ സെക്ഷുവാലിറ്റി ഒന്നും അങ്ങനെ അഡ്മിറ്റഡ് ആയിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം, അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ കല്യാണം സാധ്യമല്ല, നിയമത്തിന് വിധേയമല്ല എന്ന് പറഞ്ഞ് വിടുന്നൊക്കെ. അതിന് നല്ല അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്തുകൾ കിട്ടുകയുണ്ടായിട്ടുള്ളൂ. അത് ഈ മാറുന്ന കാലത്തിൻ്റെ ആ ഒരു അനുരണനമാണ്. ഈ പറഞ്ഞ കാര്യത്തിനോട് അനുബന്ധമായിട്ടൊരു കാര്യം കൂടെ പറയാം. എഴുത്തിൽ ആത്മാംശം അന്വേഷിക്കുക എന്ന് പറഞ്ഞ സംഗതി ഇവർ രണ്ടുപേരും പറഞ്ഞു. ഇതേ സംഗതി ഇന്നും ഉണ്ട് എന്നുള്ളത് വളരെ രസകരമായൊരു തമാശയാണ്. ഒരു കൂട്ടം ആളുകളെ കാലം ഫെവിക്കോളോ ക്യുക്ക് ഫിക്സോ ഒക്കെ ഇട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു ചില കാലങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്. കുണ്ടൻ എന്ന പേരിൽ ഞാനൊരു കഥ എഴുതുകയുണ്ടായി. കുണ്ടൻ എന്ന വാക്കിനർത്ഥം ഹോമോസെക്ഷൽ എന്നാണ്. അത് ആ മലബാർ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് വന്ന കുറേ കത്തുകളിലുണ്ടായിരുന്നു, കുറേ ആളുകളുടെ അന്വേഷണം ഞാൻ എങ്ങനെ കുണ്ടനെ കുറിച്ച് എഴുതി എന്നുള്ളതാണ്. ഞാനൊരു സിംഗിൾ പേഴ്സൺ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായിട്ട് കൂടെ കണക്റ്റഡ് ആക്കി ഞാനൊരു സ്വവർഗ ലൈംഗികതയിൽ വിശ്വസിക്കുന്ന ആളാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണോ എന്ന രൂപത്തിലൊക്കെ ഉള്ള കുറേ ആളുകളെ കഴിഞ്ഞ ആഴ്ചയിൽ പോലും അതുപോലൊരു ഷെർലക് ഹോംസിനോട് ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ചില കാര്യങ്ങളിൽ കാലം അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതൊരു വലിയ മാറ്റമാണ്. കാലം മാറി എന്നൊക്കെ പറഞ്ഞ് തീർത്തും മാറിയെന്ന് ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ. കുടം പൊട്ടിച്ച് നോക്കും, പഴയ ഭൂതം പുറത്തിയാടുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
കാരണം ഒക്കെ ഒരു പുറംപൂച്ചല്ലേ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ കുട്ടികൾ പലരും ഇപ്പോൾ ഒന്നും കൂസാറില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ഇതൊക്കെ അംഗീകരിക്കുന്നതായിട്ട് പറയുന്ന നമ്മുടെ മലയാളികൾക്ക് അങ്ങനത്തെ വലിയൊരു കാപട്യമുണ്ട്. നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതല്ല, കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് പറയും. ഇത് മാധവിക്കുട്ടിയെക്കുറിച്ച് പറയണതാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹം മാറി അടപടലേ മാറി എന്നൊക്കെ പറയണതിലൊന്നും വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഒരു തലമുറ, ഇപ്പം ഞാൻ നിൽക്കുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ കുണ്ടൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് എന്നോടൊരു കാര്യം ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. അത് ഒരു തരത്തിലും എന്നെ ബാധിച്ചിട്ടില്ല. ഇനി എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. അതെൻ്റെ എഴുത്തിനെയോ ജീവിതത്തിനെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു നിമിഷം പോലും അതെനിക്ക് ഒരു സംഘർഷം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിലൊരു നല്ല മോഡലാവാനായിട്ട് ഒരു കാലത്തും ജീവിച്ചിട്ടില്ല. ആ ഒരു സങ്കല്പത്തിലേക്ക് വന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമാവാം. എനിക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് ടീച്ചറോട് ചോദിക്കാനുള്ള സമയങ്ങൾ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യമേ ആലോചിച്ച് വെച്ചൊരു ചോദ്യമുണ്ട്. പ്രണയം, ശരീരം, രതി, ഇതൊക്കെ ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കപ്പെട്ട കഥകളാണ് ഗ്രേസി ടീച്ചറുടേത്. ഗ്രേസി ടീച്ചർ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു ഇൻ്റർവ്യൂയുടെ അകത്ത് പറയുന്നുണ്ട്, പ്രണയം എന്ന് പറയുന്നത് ഒരു അതിജീവനത്തിനുള്ള മാർഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചറെ പോലെ ഒരു എഴുത്തുകാരി, ഏറ്റവും ആഴത്തിൽ ഏറ്റവും പരപ്പിൽ കഥകൾ എഴുതിയൊരു എഴുത്തുകാരിക്ക് എഴുത്തായിരുന്നോ അതോ പ്രണയമായിരുന്നോ ഏറ്റവും പ്രധാനപ്പെട്ട അതിജീവന മാർഗം? എന്താണ് ഹാക്കിന, പ്രണയിക്കുമ്പോൾ എനിക്ക് തോന്നും പ്രണയമാണ് സർവ്വപ്രധാനം എന്ന് തോന്നും. പക്ഷെ എഴുത്തിൻ്റെ ആനന്ദം കിട്ടുമ്പോൾ തോന്നും അതാണ് ഏറ്റവും പ്രധാനം തോന്നും. ഞാൻ ഒരു സത്യം പറയാം, അതായത് സത്യമാണ് പക്ഷെ ഒപ്പം തന്നെ അത് മിഥ്യയുമാണ്. അത് അക്കരെ പച്ചാന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. നമുക്കെല്ലാം അങ്ങനെയാണ്, ഒരക്കരെ പച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിൽ അത്ര അധികം കഴമ്പില്ല. വേറെ എന്തെങ്കിലും കനമുള്ളത് പോരട്ടെ. പ്രണയം എന്നും മനോഹരമാണ്, ഏത് വയസ്സിലും മനോഹരമാണ്. അത് ഇല്ലാതെ നമുക്ക് ജീവിക്കാനും വയ്യ. നമ്മളെപ്പോഴും ആരെങ്കിലും ഒരു വ്യക്തിയായിട്ടായിരിക്കും, മറ്റേ പ്രകൃതിയുമായിട്ടായിരിക്കും, നമ്മുടെ തന്നെ ഒരു പുസ്തകമായിട്ടായിരിക്കും, അക്ഷരങ്ങളുമായിട്ടായിരിക്കും. നമ്മൾ പ്രണയത്തിലാണ്. പ്രണയമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ പ്രണയത്തിൻ്റെ സ്ഥാനത്ത് ഒന്നുകിൽ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിനെ പറിച്ചെറിഞ്ഞിട്ട് കാമം വരുമ്പോഴാണ് ഈ വ്യത്യാസം പ്രകടമാകുന്നത്. കാരണം പ്രണയം എന്ന് പറഞ്ഞാൽ ആകാശത്തെ മഴവില്ല് പോലെ മനോഹരമാണ്. പക്ഷെ അതിനെ പിടിച്ചെടുത്ത് ഓടിച്ച് അടുപ്പിൽ വയ്ക്കാൻ നോക്കുമ്പോൾ അത് മറ്റൊന്നായിട്ട് മാറുന്നു. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു വികാരത്തിനെ ഇങ്ങനെ നമ്മൾ അടിച്ച് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. പോസ്റ്റ് മോഡേൺ യുഗത്തിൽ പ്രണയം ഇല്ല എന്നൊക്കെ പലരും എഴുതി കണ്ടു. ഇപ്പോൾ ശരീരം മാത്രമേ ഉള്ളൂ. പ്രണയം, എഴുത്ത്, ശരീരം, അതല്ലേ ചോദിച്ചത്? ആ പ്രണയവും എഴുത്തും ശരീരവും വരുമ്പോൾ പ്രണയത്തിൻ്റെ ആ ഒരു മേമ്പൊടി ചേർന്ന് കഴിയുമ്പോൾ ഈവൻ കാമം പോലും ശരീരത്തിൻ്റെ വികൃതികൾ പോലും അക്സെപ്റ്റഡ് ആകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വളരെ ഡ്രൈ ആയിപ്പോകും. നമ്മൾ ഈ സോഫ്റ്റ് പോണോ ഫിക്ഷൻ എഴുതുന്നത് പോലെ ആയിപ്പോകും. പ്രണയമില്ലാതെ ശരീരങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ എഴുതിയാൽ എന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിനോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിൽ പോലും എനിക്ക് പ്രണയം മാരിവില്ലാണ്. അതൊരു റൊമാൻറ്റിക് ഇമേജ് ആയിരിക്കാം, പക്ഷേ അത് അങ്ങനെ ആ ഒരു 7 നിറങ്ങളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കലർപ്പായിട്ട് നമ്മുടെ ജീവിതത്തിനൊരു ഉദ്ദേശ ലക്ഷ്യം തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരീരത്തിന് അതിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കുമ്പോൾ പ്രണയമെന്ന് പറയുന്നത് ഒരു 80% വൈകാരികവും ബാക്കി ശാരീരികവുമാണ്. പക്ഷേ അത് മാറിയിട്ട് ശരീരത്തിൻ്റെ റോള് മുമ്പോട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ പലതും നമ്മുടെ സ്വഭാവം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി വരുന്നത്. ഇപ്പം പ്രണയം ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് നാളെ ഒരു ബോയ് മീറ്റ്സ് ഗേൾ, ഞാൻ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ മരത്തിൻ്റെ ചുവട്ടി വെച്ച് കണ്ടു, അവരിഷ്ടപ്പെട്ടു, അങ്ങനെയൊരു കഥയൊന്നും എഴുതാൻ പോകുന്നില്ല ആരും. കാരണം അതിൻ്റെയൊക്കെ അവസാനം എന്താണെന്ന് നമുക്കറിയാം. TV സീരിയലുകളുടെ കാര്യം, സീരിയലുകൾ നോക്കിയാൽ അറിയാം എങ്ങനെ മരുമകളുടെ ഗർഭം കലക്കാമെന്ന് ആലോചിക്കുന്ന അമ്മമാരാണ്. അതുപോലെ എന്തൊക്കെ രീതിയിൽ ഭർത്താവിന് മറ്റു സ്ത്രീകളോടുള്ള ഇഷ്ടത്തിൽ നിന്ന് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലാം എന്നാലോചിക്കുന്ന നായികമാരാണ്. ഇതിനൊക്കെ എതിരെയാണ് ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് ആരോ പറഞ്ഞത്. കാരണം വളരെ മോശമാണ്. എൻ്റെ 90 വയസ്സായ എൻ്റെ അമ്മയുണ്ട് എൻ്റെ വീട്ടിൽ. അമ്മയ്ക്ക് ആകെയുള്ളൊരു വിനോദം ഈ സീരിയലുകൾ കാണുന്നതാണ്. അതുകൊണ്ട് ആ മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴെങ്കിലും എനിക്ക് ഈ ചില സംസാര ശകലങ്ങൾ കേൾക്കേണ്ടി വരും.
അന്നേരത്തറിയാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. ഇപ്പം ഈ സീരിയൽ കണ്ട് ശീലിച്ച ഒരു മരുമകൾ വീട്ടിൽ വന്നാൽ പലതും അമ്മായിയമ്മയ്ക്ക് പ്രതീക്ഷിക്കാം, കഥകൾ ഒഴിച്ച്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിരവധി പറയണ പോലെ അങ്ങനെ ഒരു പ്രണയം ഉണ്ടോ? കാമത്തിൻ്റെ സ്പർശം പോലും ഇല്ലാത്ത പ്രണയം, പ്ലാറ്റോണിക് ലവ്. അങ്ങനെ മാത്രമേ പറ്റില്ല. അപ്പോൾ അത് വേറെ പ്രശ്നമാണ്. അല്ലാതെ ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തും കാമത്തിൻ്റെ ഒരു ചെറിയ ടിഞ്ച് കലരുക. അപ്പോഴേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ, അപ്പോഴേ അതിനൊരു തീവ്രത ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ കുറേ പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പ്രണയത്തിൽ നല്ല വിശ്വാസമുണ്ട്, പക്ഷെ പ്രണയികളിൽ വിശ്വാസമില്ല. എൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഒരിക്കലൊന്ന് ഉപ്പ് നോക്കിയാൽ തീരാവുന്നതുള്ളൂ പുരുഷൻ്റെ പ്രണയം എന്നാണ് അതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് ഈ പുരുഷന്മാർക്ക് പിടികൊടുക്കാതിരിക്കുക എന്നുള്ളത്, ശാരീരികമായിട്ട് പിടികൊടുക്കാതിരിക്കാൻ എന്താ വഴിയെന്നാണ് ഞാനെപ്പോഴും നോക്കിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് പ്രണയം വളരെ ഇഷ്ടമാണ്, പ്രണയിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ പ്രണയത്തിൽ ശരീരം കൊണ്ടുവരുന്നത്, ശരീരത്തിൻ്റെ ഇടപെടൽ എനിക്ക് അത്ര താല്പര്യമില്ല. അത് ഇതുകൊണ്ടാണ് എനിക്ക് പുരുഷനെ അത്ര വിശ്വാസമില്ല. പുരുഷന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നാലും പറയാണ്, പ്രണയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പുരുഷന്മാരെ അത്ര വിശ്വാസമില്ല. ഞാൻ എൻ്റെ കുട്ടികളോടും അതാ പറയാറ്. ഞാൻ പ്രസവിച്ച കുട്ടികളോടല്ല, ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് അതാണ് പറയാറ്. ഈ ഇടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, ഫേസ്ബുക്കിൽ ഒരാൾ ചോദിച്ചത്, വാൽമീകി, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഞാൻ ഫേസ്ബുക്കിലില്ല, എനിക്കറിയില്ല, വാൽമീകി രാമായണം എഴുതിയത് എന്തെങ്കിലും വായിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചു എന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ നമുക്ക് ചിലർക്കെങ്കിലും തോന്നും, ശരിയാണല്ലോ, വാൽമീകി വല്ലതും വായിച്ചിട്ടാണോ രാമായണം എഴുതിയത്, അതുകൊണ്ട് ഇപ്പോൾ വായിക്കണമെന്നില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ആ ചോദ്യം എൻ്റെ ഉള്ളിലിങ്ങനെ കിടന്നപ്പോൾ ഞാൻ അതിനെങ്ങനെ അപഗ്രഥിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. വാൽമീകി ഒരു ഒന്നാന്തരം വായനക്കാരനായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയാണ് വാൽമീകി വായിച്ചത്. മറ്റെവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അറിവ് നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ആ കണക്കിന് വാൽമീകി ഒന്നാന്തരം ഒരു വായനക്കാരനായിരുന്നു. പിന്നെ എഴുത്തുകാർ സഞ്ചരിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. വാൽമീകി ഒരു ഒന്നാന്തരം സഞ്ചാരിയാണെന്ന് ഞാൻ പറയും. കാരണം സഞ്ചാരം രണ്ട് തരത്തിലാണ്, അകത്തുനിന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ പുറത്തുനിന്ന് പിന്നെ അകത്തേക്ക്. വാൽമീകി നിരന്തരം അകത്തേക്ക് സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിലും വാൽമീകി നല്ലൊരു സഞ്ചാരിയാണ്. സഞ്ചാരി ആയതുകൊണ്ട്, അകത്തേക്ക് സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് വാൽമീകി മഹർഷിയായി തീർന്നത്. ഋഷി കവി എന്നല്ലേ പറയുന്നത്, അതായത് ഋഷി അല്ലാത്തവൻ കവിയല്ല. അപ്പോൾ ആ അർത്ഥത്തിലും വാൽമീകിക്ക് ഇത് രണ്ടും യോജിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കമൻറ്റുകളൊക്കെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ലെങ്കിൽ, ഞാൻ ഫേസ്ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് ചില സുഹൃത്തുക്കൾ അതിനെ അയച്ചു തരാറുണ്ട്. അതേപോലെ വേറൊരാൾ, എൻ്റെ ഒരു സുഹൃത്ത് അഷ്ടമൂർത്തി ചോദിച്ചത്രേ, ഒരു പുതിയ എഴുത്തുകാരനോട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ വായിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാമെന്ന്, ഇവിടെ എഴുതാൻ തന്നെ നേരമില്ല, അപ്പോഴാണ് വായിക്കാൻ നേരം. ഇങ്ങനെയുള്ള തമാശകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി അറിയാനും ഒക്കെ പറ്റും. എനിക്ക് അതൊന്നും പറ്റാറില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ അയച്ചു തരുമ്പോഴാണ് എനിക്കതൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല. ഇതിനൊക്കെ ഒരു തമാശയായിട്ട് നമ്മൾ എടുത്താൽ മതി. ഇവർ വായിച്ചിരുന്ന ആഴത്തിലും പരപ്പിലും ഒരു പക്ഷേ വായന ഉണ്ടാവില്ല, പക്ഷേ വായനയുണ്ട്. വായന എത്രമാത്രം കുറഞ്ഞു പോയിട്ടുണ്ടോ? പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ചില വീടുകളിലൊക്കെ, നല്ലൊരു കഥയുണ്ടായിരുന്നില്ലേ, ഷോക്കേസ് പണിയണത് പുസ്തകത്തിൻ്റെ അളവിലുള്ള അറകൾ ഉണ്ടാക്കാനായിട്ട്. ഷോക്കേസിൽ ഇങ്ങനെ അറകളായിട്ട് നമ്മൾ തിരിക്കുമല്ലോ. പുസ്തകത്തിൻ്റെ അളവിൽ, പുസ്തകം ചുരുക്കി പറഞ്ഞിട്ട് അലങ്കാരമായി പോയി തീർന്നിട്ടുണ്ട്. വായിക്കണമെന്നൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അതിമനോഹരമായൊരു ലൈബ്രറി റൂം, അതിനകത്ത് നിറയെ നല്ല കനപ്പെട്ട പുസ്തകങ്ങൾ, നല്ല കൊത്തുപണി ചെയ്ത അലമാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ പുസ്തകമൊക്കെ വായിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഇല്ല വായിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല ഉറപ്പാണ് അതിൽ ഒരു കാലത്തും ഒന്നും വായിക്കാൻ പോണില്ല എന്നുള്ളത്. അതുകൊണ്ട് വായന കുറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ചെറുപ്പക്കാരെ വിമർശിക്കുമ്പോൾ ഞാൻ അവരെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡല്ല എനിക്കുള്ളത്. അവർ പലരും വളരെ പ്രതിഭാശാലികളാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുസ്തകങ്ങളുടെ ഒരു പ്രളയകാലം തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രളയത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഒന്നാന്തരം പുസ്തകങ്ങൾ ഈ പ്രളയത്തിൽ മുങ്ങി മറിഞ്ഞു പോകും. എത്രയോ നല്ല എഴുത്തുകാർ അവരുടെ പുസ്തകം ശ്രദ്ധിക്കപ്പെടാതെ പോയതിൽ സങ്കടപ്പെടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ഹൃദയഭേദകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തുകാരേക്കാൾ കൂടുതൽ വായനക്കാരുള്ള ഒരു സമൂഹത്തിലാണ് ഭാഗ്യം കൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വഴിയിലൂടെ നടന്നാൽ എഴുത്തുകാരെ തട്ടി വീഴാൻ പോകും, പക്ഷേ വായനക്കാരെ തട്ടി വീഴുകയില്ല. കാരണം എല്ലാവരും അവരവരുടെ കൃതി മാത്രമാണ് വായിക്കുന്നത്. അത് പലപ്പോഴും ചെല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും അങ്ങനെയല്ല കേട്ടോ. ഗ്രേസി
ഗ്രേസി പറഞ്ഞതിനോട് ശകലം വിയോജിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ ഈ പ്രായത്തിൽ ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കണ്ടെടുത്ത് വായിച്ച് പരിചയപ്പെട്ടതാണ് ഷാഹിനെയും ഷാഹിനയുടെ ചേച്ചി ഷീബയും ഒക്കെ. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ പുതിയ എഴുത്തുകാരെയൊക്കെ കാണുമ്പോൾ ഏറ്റവും നല്ല പുസ്തകങ്ങളാണെങ്കിൽ അവരുടെ ഫോൺ നമ്പറോ മറ്റോ ഉണ്ടെങ്കിൽ ഞാനതിനൊരു എൻ്റെ അഭിപ്രായം വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് ഈ യുവതലമുറയിൽ നിന്ന് നല്ല ശക്തരായ ഒരു കൂട്ടം ഫ്രണ്ട്സ് എനിക്കുണ്ടായത്, സുഹൃത്തുക്കൾ എനിക്കുണ്ടായത്. കാരണം എഴുതാൻ പോലും സമയമില്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല എന്നല്ലേ അയാൾ പറഞ്ഞത്. എനിക്ക് നേരെ തിരിച്ചാണ്. എഴുത്തിന് സമയമില്ലെങ്കിൽ പിന്നെ വായിക്കാനെങ്കിലും സമയം വേണ്ടേ എന്ന് കരുതി വായിക്കാറുണ്ട്. വായന എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ വാൽമീകിക്ക് വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ച് കാണുമായി. നമുക്ക് ചൂസ് ചെയ്ത് വായിക്കാനേ പറ്റുള്ളൂ. എല്ലാം ഒന്നും വായിക്കാൻ പറ്റില്ല. നമ്മൾ തിരഞ്ഞെടുക്കുക, നമുക്ക് ഉപയോഗപ്രദമാകും എന്ന് തോന്നുന്നത് നമ്മൾ വായിക്കുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു, അവർക്ക് ലൈബ്രറി റെക്കോർഡെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇടപാടുണ്ടായിരുന്നു. അവർ ആഴ്ചയിൽ ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ പുസ്തകത്തിൻ്റെ കഥയും പിന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും എഴുതി എനിക്ക് തരണമെന്ന്. അപ്പം അതുകൊണ്ട് കുട്ടികളൊക്കെ പിന്നീട് പറഞ്ഞു, മാഡം അത് ഭയങ്കര ഞങ്ങൾക്ക് ബെനിഫിറ്റായിരുന്നു, ഞങ്ങൾ ഒരുപാട് അത് പ്രയോജനപ്പെടുത്തി, അപ്പം ദേഷ്യം വന്നെങ്കിലും എന്ന് പറയുന്നു. അപ്പോൾ വായന, നമ്മൾ അധ്യാപകരായിരുന്നു, അപ്പോൾ ഇപ്പോൾ അധ്യാപകരല്ല, എന്നാൽ പോലും നമ്മളത് മനഃപൂർവ്വം ക്ലാസ്സുകളിൽ കൃഷി ചെയ്തെടുക്കണം വായനയെ. നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് വായനയെ പ്രോത്സാഹിപ്പിക്കുക? ഏത് ഭാഷയിലുള്ളതായാലും, ഇംഗ്ലീഷായാലും ജർമ്മനായാലും മലയാളമായാലും നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീട്ടിലെ കുട്ടികളെയും പുറത്തുള്ള കുട്ടികളെയും നമ്മൾ വായനയിലേക്ക് നയിക്കണം. എപ്പോഴും ഞാൻ വിചാരിക്കും, ബർത്ത്ഡേക്ക് പോയി ഫ്രോക്കും അതും ഇതും ഒക്കെ എടുക്കുന്ന നേരത്തെ ഒരു പുസ്തകം സമ്മാനമായിട്ട് കൊടുക്കുക, അത് വായിച്ച് തീർന്ന അഭിപ്രായം പറയുന്നത് വരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എൻ്റെ ഹോബികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വായന എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, അത് ചെയ്യാറുമുണ്ട്. അതെൻ്റെ എഴുത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നില്ല. ഞാൻ എഴുതുന്ന നിമിഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എൻ്റെ ശത്രുവായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരുത്തരുടെ സ്വാധീനവും എൻ്റെ എഴുത്തിലില്ല. എൻ്റെ രീതിയിൽ എഴുതുകയാണ്. പക്ഷേ ഇവരുടെ സപ്പോർട്ട്, ഇവരെല്ലാം ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ട് എന്നെ. അത് എല്ലാവരും, ഈ പറഞ്ഞ വാൽമീകിയും കാളിദാസനും ഷേക്സ്പിയറും എല്ലാവരും ബാക്കിലുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട് എന്ന രീതിയിൽ. ഇവർ രണ്ടുപേരും അക്കാര്യത്തിൽ വളരെ അത്ഭുതപ്പെടുത്തിയുള്ള രണ്ടാളുകളാണ്. കാരണം എന്നെപ്പോലെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരെഴുത്തുകാരി അവർ രണ്ടുപേരും പരിചയപ്പെടുന്നത് കഥ വായിച്ച്, ടീച്ചർ ഇപ്പോഴും അങ്ങനെയാണ്, ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ടൊരു കഥ വായിച്ചു കഴിഞ്ഞാൽ ആ ഓതറെ കണ്ടെത്തി അവരുടെ നമ്പർ കണ്ടെത്തി വിളിച്ച് രണ്ടുപേരെയും അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു തലമുറ മുതൽ ഏറ്റവും ചെറിയ തലമുറ വരെയുള്ള ആളുകളെ വായിക്കാൻ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഈ അടുത്തൊരു സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞങ്ങളൊരു കൂട്ടം ആളുകൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. തൊട്ടപ്പുറത്തായിട്ട് ഐമനം ജോൺ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെറുകഥാകൃത്താണ് ഐമനം ജോൺ. സാർ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ സെഷനിൽ പങ്കെടുക്കേണ്ട 3 തലമുറയിൽപ്പെട്ട, എനിക്ക് ശേഷമുള്ള ഒരു തലമുറ ഉണ്ട്, എൻ്റെ തലമുറയുണ്ട്, അതിന് മുതിർന്ന തലമുറയുണ്ട്. അപ്പം ഐമനം ജോണിനെ കണ്ട സമയത്ത് അത് ആരാണെന്നൊരു കുട്ടി ചോദിക്കുകയുണ്ടായി, ഈ സെഷനിൽ പങ്കെടുക്കേണ്ട ഒരാൾ. ഞാൻ ഐമൻ ജോണിനെ പരിചയപ്പെടുത്തി കൊടുത്തു, സാറിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞത് ഒരു കാര്യം, എനിക്കറിയില്ല, ഞാൻ ആരെയും വായിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സംഗതി ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്, വളരെ വിഷമമുണ്ടാക്കിയൊരു സംഗതിയാണ്. ഞാൻ അതിഗംഭീരമായിട്ടുള്ള വായന എന്ന് പറയില്ല, പക്ഷേ കൃത്യമായിട്ടൊരു എഴുത്തില്ലെങ്കിലും, ഞാൻ എഴുതിയില്ലെങ്കിൽ ചെറുകഥാ ലോകത്തിന് അല്ലെങ്കിൽ സാഹിത്യ ലോകത്തിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വായന ഒരു കാലത്ത് ഞാൻ വിടാറില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ആയുഷ്കാലം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റാത്തത്ര അത്ര മികച്ച കൃതികൾ നമ്മുടെ ചുറ്റും ചിതറിക്കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറയുന്ന ആ ഒരു ഉദ്യമത്തിന് ഒരു മുടക്കവും വരുത്താറില്ല എന്നുള്ളതാണ്. വായനയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു സംഗതിയോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. വായന കുറഞ്ഞില്ല എന്ന് തന്നെ ഷാഹിന വിശ്വസിക്കുന്നത്. അതെ, വായന കുറഞ്ഞു പോയി, കുറഞ്ഞു പോയി. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിയാലും വായന മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട്. KGS ഒരു കവിത എഴുതിയില്ലേ, ആമയ്ക്കറിയാം ആമ വന്ന വഴി, ആമയ്ക്കാണ് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്നതെന്ന്. എനിക്ക് തോന്നുന്നു അത് വായനയിലും ആപ്ലിക്കബിളാണ്. കാരണം നമ്മൾ ഇന്നലെ ആരൊക്കെ എഴുതിയിരുന്നു, അതിൻ്റെ തുടർച്ച ഇന്ന് ആരെഴുതുന്നു, നാളെ, അങ്ങനെ അതൊരു നൈരന്തര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എഴുത്തുകാരായ പൂർവികരെ നമ്മൾ തിരിച്ചറിയുകയും വായിക്കുകയും ചെയ്താലേ ഇന്നലത്തെ കഥയെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് നമുക്കിപ്പോൾ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൂർവികരെ വായിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. ഞങ്ങളൊക്കെ പൂർവിക സ്പീഷീസായി പോയതുകൊണ്ട് മാത്രം പറയുന്നതല്ല കേട്ടോ. അല്ല, പൂർവികരെ വായിക്കണമെന്ന് ഗ്രേസി പറഞ്ഞതിനോട് ഞാനൊരു ചെറിയ വാൽക്കഷ്ണം കൂട്ടിച്ചേർക്കുകയാണ്.
ഇത് എൻ്റെ ശീലമാണ്. എൻ്റെ ശീലങ്ങളൊന്നും നിങ്ങൾ ആരും അനുകരിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല, അനുകരിക്കരുതെന്നേ പറയുള്ളൂ. പക്ഷേ ഞാൻ ഈ ബെസ്റ്റ് സെല്ലറുകൾ വായിക്കുന്നതിനെക്കുറിച്ച് 2 തവണ ആലോചിക്കാറുണ്ട്. കാരണം ആരാണ് ഈ ബെസ്റ്റ് സെല്ലർ സെലക്ട് ചെയ്യുന്നത്? ഗവൺമെൻറ് റൂൾസിനെ കുറിച്ച് ശ്രീമംഗലം KP മറ്റോ എഴുതിയ ആ പുസ്തകമാണ് ബെസ്റ്റ് സെല്ലർ, ഏറ്റവും അധികം വിറ്റുപോകുന്ന പുസ്തകം. പക്ഷേ അതുകൊണ്ട് അത് വായനയ്ക്ക് അർഹമാണ് എന്ന് ഇല്ല, നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബെസ്റ്റ് സെല്ലർ എവിടെ പോയാലും എഴുതി വെച്ചേക്കും. അതിലൊന്നും ഞങ്ങളെ ഒന്നും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടല്ല, പക്ഷേ ഈ ബെസ്റ്റ് സെല്ലർ കണ്ടുകൊണ്ട് വാങ്ങിച്ച് വായിച്ചാൽ അങ്ങേറ്റം നിരാശ തോന്നും. ഒരുപാട് എഡിറ്റ് ചെയ്യേണ്ട പുസ്തകങ്ങളാണ് സുഖരപ്രസവം പോലെ എഴുതി കൂട്ടിയ താളുകളിൽ കാണുന്നത്. പക്ഷേ ഷാഹിനെയൊക്കെ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് മോഡലാണെന്ന് പറയും. ഞാൻ വളരെ കൊടാലി പറഞ്ഞല്ലോ, കഠാരിയുടെ കുത്തുപോലെ നിശിതമാണ് ഷാഹിനയുടെയും ഷീബയുടെയും ആ തലമുറയിൽപ്പെട്ടവരുടെയും ഒക്കെ എഴുത്തുകൾ. ആ രീതിയിൽ വേണം എഴുതാൻ. ചുമ്മാ പേര് കൂട്ടാനും പിന്നെ നമ്മുടെ ഇത് കിട്ടാനും കൂടുതൽ റോയൽറ്റി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് എഴുതുന്നവരാണ് ബെസ്റ്റ് സെല്ലറെന്നും. പബ്ലിഷർക്ക് കൂടുതൽ പൈസ കൊടുക്കുന്നവരാണ് ബെസ്റ്റ് സെല്ലറുകൾ. അതുകൊണ്ട് അവരെ വായിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിച്ച് നിരൂപണങ്ങൾ കൂടെ വായിച്ചിട്ട് തീരുമാനിക്കുക, അത്രയേ ഉള്ളൂ. ഹായ് ഗ്രേസി അമ്മമ്മേ, എൻ്റെ പേര് വരദ എന്നാണ്. ഞാനും ഒരു വായനക്കാരിയാണ്. ഇപ്പം പല കുട്ടികളും വായനയിലേക്ക് എത്താൻ അല്ലെങ്കിൽ വായനയെ ഇഷ്ടപ്പെടാൻ മടിക്കുന്ന ഒരു കാര്യം, അവരുടെ പലരുടെയും വീട്ടിൽ കഥ പറഞ്ഞു കൊടുക്കാൻ ഒരു മുത്തശ്ശൻ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി ഇല്ല എന്നുള്ളതാണ്. അതൊരു കുറവ് തന്നെയല്ലേ? ഇപ്പം മിക്ക വീടുകളിലുള്ള അച്ഛനമ്മമാരും അവരുടെ വീട്ടിൽ ഉള്ള അച്ഛനമ്മമാരും ജോലിയുള്ളവരായിരിക്കും. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് നേരമില്ല. അപ്പോൾ കുട്ടികളെ കഥയിൽ വായനയിലേക്ക് എത്തിക്കാൻ ഒരു കുറവ് തന്നെയാണ് ഒരു മുത്തശ്ശനും മുത്തശ്ശി ഇല്ല എന്നത്. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണ് ഈ പുസ്തക വായനയിലേക്ക് എത്തിക്കുക? പുസ്തകത്തെ തൊട്ട് തലോടി ആ പുസ്തകത്തിൻ്റെ രുചി അറിഞ്ഞ് ആ പുസ്തകത്തിൽ ലയിച്ചിരുന്ന് വായിക്കാൻ എന്താണ് ഈ മാതാപിതാക്കളോടായി പറയാനുള്ളത്? ഗ്രേസി അമ്മമ്മയോട് ചോദിച്ച ചോദ്യമൊക്കെ കൊള്ളാം, പക്ഷെ അത് ഭയങ്കര ഒരു കുരുക്കണ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അച്ഛനമ്മമാരുടെ കഷ്ടപ്പാട് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവരൊക്കെ ജോലി ചെയ്ത് ജോലി സ്ഥലത്ത് ഓരോ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ വീട്ടിലിപ്പോൾ തൽക്കാലം നമുക്കൊരു മുത്തശ്ശി ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. പക്ഷെ ഉള്ള കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഞാൻ മുത്തശ്ശി ആയ പിന്നെയാണ് ഈ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ തുടങ്ങിയത്. എൻ്റെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഞാനത് എഴുതിയെടുത്താണ് ഞാൻ അങ്ങനെ 5-6 പുസ്തകങ്ങളൊക്കെ ഇറക്കിയത്. അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശിനും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുത്ത് വായിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ട്. വേറെ ഒരു ചെറിയൊരു പോംവഴിയുണ്ട്. അച്ഛനും അമ്മയും കിടക്കുമ്പോൾ ആ കൂടുതൽ ചെന്ന് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ചില കഥകളൊക്കെ പറഞ്ഞു തരാനൊരു സാധ്യതയുണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. അച്ഛനും അമ്മയും അപ്പോൾ മൊബൈലിലായിരിക്കും എന്നാണ് ഷാഹിന പറയണത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കുട്ടികളുടെ. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, കുഞ്ഞെ നിങ്ങളൊക്കെ ഇങ്ങനെ വഴി മാറി പോണതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ കാരണവന്മാർക്കാണ്. മോളെ, അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്ക് കഥ പറഞ്ഞു തരാൻ സമയമില്ലാത്ത മാത്രമല്ല പ്രശ്നം, അവർക്ക് മുത്തച്ഛനെയും മുത്തശ്ശിയെയും നോക്കാനും സമയമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവരൊക്കെ ഈ വൃദ്ധസദനങ്ങളിൽ പോയി കുടികിടക്കുന്നത്. അവരെയൊക്കെ ഈ ഓൾഡ് ഏജ് ഹോംസിൽ എറിഞ്ഞിട്ട് ഇവർ ഈ പറഞ്ഞ പോലെ മൊബൈലും കുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നാച്ചുറലി അവരിൽ നിന്നൊരു കഥാസംസ്കാരം ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. വളരെ അപവാദമുണ്ട് ചില കാര്യങ്ങളിൽ. കാരണം ഞാനൊക്കെ മുത്തശ്ശി ആയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എന്തായാലും ഏത് കഥ വായിച്ചാലും അതിൻ്റെ ഒരു കുട്ടി വേർഷൻ ഉണ്ടാക്കി എൻ്റെ കൊച്ചുമകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നത്. പക്ഷേ അവളത് സ്കൂളിൽ ചെന്ന് പറയുമ്പോൾ അയ്യോ എടോ ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരുന്നില്ല, താൻ എന്ത് ലക്കിയാണ് എന്നവളുടെ ഫ്രണ്ട്സ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ കുട്ടികളെ ഓർത്ത് ഞാനൊരു കണ്ണീർ കണം പൊഴിക്കാറുണ്ട്. കാരണം ഇതാണ് സമയമില്ല എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കൾ. അവരെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ കുട്ടികൾ തന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കുക, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. ശരിയല്ലേ? എൻ്റെ പേര് മിന്ന രഞ്ജിത്ത്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു വിഷയം, ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മാറുന്ന കാലം മാറുന്ന എഴുത്ത് എന്നതാണല്ലോ. എന്നാൽ എഴുതുന്ന രീതി, എഴുത്ത് എന്ന് പറയുമ്പോൾ എഴുതുന്ന ആ ഒരു സ്റ്റൈലിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എഴുതുന്ന രീതി ഇപ്പം പേനയെ വെച്ചായിരുന്നു പണ്ടൊക്കെ എഴുതുന്നത്. എന്നാൽ ഇപ്പം വരുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെയാണ് എഴുതുന്നത്. ആ ഒരു രീതി മാറിയിട്ടുണ്ടോ? എൻ്റെ രണ്ടാമത്തെ ചോദ്യം,
ചന്ദ്രമതി ടീച്ചറിൻ്റെ അടുത്താണ്. റെയിൻഡിയർ എന്ന് പറയുന്ന ഒരു കഥ പണ്ട് എഴുതിയിട്ടുണ്ടല്ലോ. ആ കഥയിൽ റെയിൻഡിയറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. റെയിൻഡിയറിനെ കണ്ടിട്ടുണ്ടോ? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. സോവിയറ്റ് യൂണിയനിൽ പോയിട്ടുണ്ടോ? ഇപ്പം അവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്തെക്കുറിച്ച് എഴുതുവാണ്, അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഒരു സാധനത്തെക്കുറിച്ച് എഴുതുവാണെങ്കിൽ അതിനെ പഠനം നടത്തിയിട്ടാണോ എഴുതുന്നത്? രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യം മറുപടി പറയാം. അതായത് ഞാൻ സോവിയറ്റ് യൂണിയനിൽ പോയിട്ടില്ല, സത്യം സമ്മതിക്കുന്നു. പക്ഷേ സ്വീഡനിൽ പോയിട്ടുണ്ട്. അവിടെ വെച്ച് റെയിൻഡിയറിനെ കണ്ടിട്ടുമുണ്ട്. അവിടെ ഒരു തവണ ഡിന്നറിന് വിളിച്ച ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ റെയിൻഡിയറിൻ്റെ മാംസം കുക്ക് ചെയ്ത് അവർ വെച്ചിരിക്കുന്നതും കണ്ടു ഞെട്ടിപ്പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഈ സോവിയറ്റ് കൾച്ചർ ഹൗസിലെ പുസ്തകങ്ങൾ, കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ, നല്ല വർണ്ണശബളാപമായ പുസ്തകങ്ങൾ വരുമായിരുന്നു. അത് വായിച്ചാണ് ഈ റെയിൻഡിയറിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. തീരെ പരിചയമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അതിന് വേണ്ട വായന നടത്തിയിട്ട് എഴുതുള്ളൂ. ഇപ്പം ഞാൻ എഴുതുന്നത് ഒരു നോവലാണ്, തീരാറായി. അത് ടോൾസ്റ്റോയി എന്ന റഷ്യൻ റൈറ്ററുടെ ഭാര്യയെക്കുറിച്ചാണ്. അപ്പോൾ അത് എനിക്ക് അവരുടെ അന്നത്തെ ജീവിതം, അവിടുത്തെ ഫോട്ടോസ്, അവിടുത്തെ മരങ്ങൾ എങ്ങനെ ഇരിക്കും, അവിടുത്തെ ബേർഡ്സ്, ആനിമൽസ് എങ്ങനെ ഇരിക്കും. ഇപ്പം നമുക്ക് ഗൂഗിൾ അപ്പൂപ്പനോട് ചോദിച്ചാൽ പലതും കാണിച്ചു തരും. പിന്നെ റഷ്യയിൽ പോകുന്ന പലരും എന്നെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ അടുത്ത് വെച്ചിട്ടാണ് ഞാനത് എഴുതുന്നത്. അപ്പോൾ അതുപോലെ ഒരു റീഡിങ്ങിൻ്റെ ബാക്കപ്പ് ഇല്ലാതെ ചുമ്മാ എഴുതണമെങ്കിൽ ആനിമൽ കഥകൾ എഴുതാനേ പറ്റുള്ളൂ. ഇങ്ങനെ കാക്കയും കുറുക്കനും തേങ്ങാപ്പൂളി കട്ടുകൊണ്ട് പോയ കഥയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ റീഡിങ്ങിൻ്റെ ബാക്കപ്പോട് കൂടി തന്നെയാണ് എഴുതുന്നത്. ആദ്യത്തെ ചോദ്യം മറന്നു. അല്ല, ഞാനിപ്പോഴും പേന കൊണ്ട് തന്നെയാണ് എഴുതുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ 2 വിരലുകൾക്കുള്ളിൽ ഒരു പേന പിടിച്ചിങ്ങനെ എഴുതുന്നതിനോട് ഒരു കമ്പ്യൂട്ടറുമായിട്ട് എന്നെ താരതമ്യം ചെയ്യാൻ വയ്യ. പക്ഷേ എൻ്റെ പല ഫ്രണ്ട്സും പറയാറുണ്ട്, ഇതെന്ത് പാടാണ്, എഡിറ്റിങ്ങൊക്കെ എന്ത് എളുപ്പമാണ് കമ്പ്യൂട്ടർ ചെയ്താലെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കെന്തോ അതിനോട്, പിന്നെ ചിലപ്പോൾ എഡിറ്റിങ്ങൊക്കെ അതിലോട്ട് പകർത്തിയിട്ട് ചെയ്യാറുണ്ട്. ഈ പാരഗ്രാഫ് എടുത്ത് അങ്ങോട്ട് വയ്ക്കാനുമൊക്കെ അതാണ് എളുപ്പം. അല്ലാതെ എഴുതുമ്പോൾ അത് സിസേറിയൻ വേണോ അല്ലാത്ത സ്വാഭാവിക പ്രസവം വേണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. സിസേറിയന് താല്പര്യമില്ല. എൻ്റെ 2 പിള്ളേർ സിസേറിയൻ ആയിരുന്നുവെങ്കിലും ഈ സ്വാഭാവികമായ പ്രസവം, അതാണ് കൈവിരലുകൾക്കിടയിൽ പേന പിടിച്ച് എഴുതുന്നത്. അതിനോടാണ് താല്പര്യം.